മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ആ പ്രതികരണങ്ങളിലേക്കാണ് ഇനി. വഖഫ് വിഷയത്തിൽ ഇന്നും രാഷ്ട്രീയ നേതാക്കളുടെ വാദപ്രതിവാദം തുടരുന്നു. വഖഫ് ഭേദഗതി നിയമം വന്നാൽ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുമെന്ന് തെറ്റായ ധാരണ പരത്തുന്നുവെന്നാണ് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞത്. കേന്ദ്ര സർക്കാർ കൃത്യമായ ഭേദഗതി കൊണ്ടുവരാൻ ശ്രമിക്കണമെന്നും ജോസ് കെ മാണി കോട്ടയത്ത് പറഞ്ഞു. വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് അന്നും ഇന്നും ഉറച്ചു തന്നെയാണ്. പക്ഷേ ഒരു തെറ്റായ ഒരു ധാരണ ഇങ്ങോട്ട് കൊടുത്തിരിക്കുക. അത് എവിടുന്ന് വന്നെന്നുള്ളത് ഇവിടുന്ന് തന്നെ പോയതായിരിക്കാം. പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ മുനമ്പത്തിൻ്റെ പ്രശ്നം പരിഹരിക്കും എന്നുള്ളതാണ് കേരള കോൺഗ്രസിൻ്റെ അഭിപ്രായം. കണ്ടീഷണൽ വഖഫാണ്, അവിടെ ഒരു അമെൻമെൻറ്റ് വേണ്ടിയിരുന്നു. മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. മുനമ്പത്ത് നീതിയാണ് ആവശ്യം, അത് ലഭിക്കേണ്ടത് നീതിന്യായ പീഠത്തിൽ നിന്നാണ്. വിഷയത്തിൽ LDFും UDFുമാണ് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. നിയമവിരുദ്ധമായിട്ട് ചെയ്യാൻ പറ്റും, നിയമവിധേയമായിട്ടല്ലേ ചെയ്യാൻ പറ്റൂ. അവർക്ക് ആവശ്യം നീതിയാണ്. നീതി ലഭിക്കേണ്ടത് നീതിന്യായ പീഠത്തിൽ നിന്നാണ്. അവർക്ക് റവന്യൂ അധികാരങ്ങൾ വിട്ടുകൊടുക്കണം, ഉണ്ടാക്കി കൊടുക്കണം. റവന്യൂ അധികാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ചുമതല ആർക്കാണ്? അത് കേരള ഗവൺമെൻറ്റിനാണ്. നിയമവകുപ്പ് മന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, കിരൺ റിജിജു പറഞ്ഞു, അത് റവന്യൂ അധികാരങ്ങൾ അവർക്ക് നേടിയെടുത്ത് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ മുനമ്പം സന്ദർശനം വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെ എന്ന് കെ മുരളീധരൻ. ഇപ്പോൾ മുനമ്പത്തും കണ്ടല്ലോ, മിനിഞ്ഞാന്നത്തെ കിരൺ റിജിജുവിൻ്റെ വരവ് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ തന്നെയായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ മനോഭാവം ഇതാണ്. ഇവർക്ക് ഇനി ഇവർ ഉദ്ദേശിക്കുന്ന ഒരു അജണ്ട ഇന്ത്യയിൽ വന്നാൽ അന്ന് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത് ഹിന്ദു മതത്തിൽ തന്നെയുള്ള പിന്നോക്ക വിഭാഗങ്ങളായിരിക്കും. മുനമ്പം പ്രശ്നം സമാധാനപരമായി പരിഹരിക്കാനുള്ള ശ്രമത്തെ തടസ്സപ്പെടുത്താനുള്ള ഇടപെടലാണ് ചിലർ നടത്തുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ക്രിസ്തീയ വിഭാഗത്തെയും മുസ്ലിം വിഭാഗത്തെയും ഒന്നിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടതെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ പാർട്ടിക്കും വ്യക്തമായ കാഴ്ചപ്പാടാണ്. അവിടെ സമാധാനപരമായിട്ട് ആ പ്രശ്നം പരിഹരിക്കണം. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നവരെ ആരെയും ആ രീതിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. അതെങ്ങനെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാമെന്നുള്ള കാര്യം നല്ല രീതിയിൽ തന്നെ ഗവൺമെൻറ് കൈകാര്യം ചെയ്ത് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷയും. ഒരു ഭാഗത്ത് ക്രിസ്തീയ വിഭാഗം, വേറൊരു ഭാഗത്ത് മുസ്ലിം വിഭാഗം എന്ന് രണ്ടായി തിരിക്കാനാണ് ശ്രമം. അത് CPM അല്ല അത് ശ്രമിക്കുന്നത്. ഓരോ ഘട്ടത്തിലും ഇവർ തന്നെ ആ രീതിയിൽ തിരിഞ്ഞ് രണ്ട് ഭാഗമായിട്ട് നിൽക്കാനും സമാധാനപരമായ രീതിയിൽ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളെ സത്യം പറഞ്ഞാൽ തടസ്സപ്പെടുത്താനും വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.